ട്രാൻസ്ഫോർമേഴ്സ് ആൻഡ് റിയാക്ടേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്കിൻ്റെ മന്ത്ലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത്. ഈ ചാർട്ട് 2007 അവസാനം അഥവാ 2008 ടൈമിലാണ് ഇത് ലിസ്റ്റ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെയാണ് ഏകദേശം 2008 മറ്റേ ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുന്ന ഗ്രേറ്റ് ഫാൾ ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം ഈ സ്റ്റോക്ക് ഏകദേശം 95% അപ്രോക്സിമേറ്റ് ഒരു 100% താഴെ പോയി. അതായത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് 42 രൂപയാണെങ്കിലും ആ ഒരു സമയത്തുണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും ലോ എന്ന് പറയുന്നത് 2 രൂപ 45 പൈസ റേഞ്ചിൽ വരെ വന്നതിന് ശേഷം ഒരു കൃത്യമായൊരു ബ്രേക്കൗട്ട് എന്ന് പറയുന്ന ഒരു കാര്യം നടക്കുന്നത് 2023 അപ്പോൾ ഈ ബ്രേക്കൗട്ട് നടക്കുന്നത് തൊട്ട് മുന്നായിട്ട്, അതായത് 2020 ടൈമിൽ കോവിഡിന് ശേഷം മാർക്കറ്റ് മൊത്തത്തിൽ ഒരു ഉണർവുണ്ടായ ടൈമിൽ അത്യാവശ്യം നല്ല വോളിയത്തോട് കൂടിയിട്ട് തന്നെയാണ് ഈ സ്റ്റോക്ക് ഒരു ബിൽഡപ്പ് ഉണ്ടാക്കിയതിന് ശേഷം ആ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു റേറ്റ്, ലിസ്റ്റിംഗ് റേറ്റിനെ അല്ലെങ്കിൽ ലിസ്റ്റിംഗ് പ്രൈസിനെ കവർ ചെയ്ത് നല്ല ഒരു വോളിയത്തോട് കൂടിയിട്ട് ഒരു മൊമെൻറ്റം ക്യാൻഡിൽ മന്ത്ലി ടൈം ഫ്രെയിമിലാണ് ഞാനീ പറയുന്നത്. ഒരു നല്ലൊരു വോളിയത്തോട് കൂടിയിട്ട് ഒരു മൊമെൻറ്റം ക്യാൻഡിൽ കൊടുത്തിട്ട് ക്രോസ് ചെയ്ത് മോളിൽ പോയതിന് ശേഷം ഇപ്പോൾ ചെറിയൊരു കൺസോൾട്ടേഷൻ ഫേസിലാണ് നിൽക്കുന്നത്. കൺസോൾട്ടേഷൻ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാം ഈ ഒരു ഫേസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതായത് ഇവിടെ കൃത്യമായിട്ട് കാണാൻ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് 20 EMA എന്ന് പറയുന്ന ഈ ഒരു ലൈനാണ് ഇട്ടിരിക്കുന്നത്. 20 EMA വന്നതിന് ശേഷം അവിടെ ഒരു ക്രോസ് ഓവർ നടത്തി ഒരു വോളിയത്തോട് കൂടിയിട്ടുള്ള ഒരു മൊമെൻറ്റം ക്യാൻഡിൽ ബ്രേക്കൗട്ട് നടത്തിയതിന് ശേഷം വീണ്ടും ജസ്റ്റ് ആ ഒരു ലെവലിനെ റീടെസ്റ്റ് ചെയ്തു. അതിനുശേഷം ഒരു തവണ പോലും ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് ഈ 20 EMA മന്ത്ലി ടൈം ഫ്രെയിമിൽ ക്രോസ് ചെയ്ത് താഴേക്ക് വന്നിട്ടില്ല. ആ ക്രോസ് ചെയ്ത് താഴേക്ക് വന്നു എന്ന് പറയാൻ പറ്റുമെന്നറിയില്ല. ഈ മാസം, അതായത് നവംബർ മാസം 2025 മാത്രമാണ് ചെറിയ ഒരു ഡിപ്പ് അവിടെ നമുക്ക് തന്നിരിക്കുന്നത്. കൃത്യമായിട്ടൊരു ക്രോസിംഗ് ആണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അതിന് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വോളിയത്തിൻ്റെ ആ ഒരു സാധ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ മാസത്തെ വോളിയം വളരെ കുറവ് മാത്രമാണ്. ഇവിടെ ഇൻഡിക്കേറ്റർ മീൻസ് ഈ താഴത്തെ വോളിയം ഈ ഒരു ബാർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആവറേജിൻ്റെ അടുത്ത് പോലും എത്തിയിട്ടില്ല. ഏകദേശം ആവറേജിന് താഴെ തന്നെയാണ് ആ ഒരു വോളിയം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഡൗൺ ട്രെൻഡ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഇവിടെ ഈ ഒരു ഏരിയ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു ഏരിയയിൽ നമുക്കിപ്പോൾ നിലവിൽ കാണാൻ പറ്റുന്നത് 20 EMA ടച്ച് ചെയ്ത് ഏകദേശം ജസ്റ്റ് ഒരു ക്രോസിംഗ് നടത്തി എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. ഒരു കൃത്യമായിട്ടുള്ള ഒരു വോളിയം, സെല്ലിംഗ് വോളിയം ഇവിടെ നിലവിൽ കാണിക്കാത്തത് കൊണ്ട് തന്നെ ഇന്ന് ഇപ്പോൾ നവംബർ 8 മാത്രമേ ഉള്ളൂ. ഈ മാസത്തിൽ ബാക്കിയുള്ള ദിവസം കൊണ്ട് ഏകദേശം ഒരു 10-15 ദിവസം കൊണ്ട് ഇനി കിടക്കുകയാണ്. അപ്പോൾ ആ ഒരു ദിവസങ്ങളിലെ വോളിയം കൂടെ വന്നെങ്കിൽ മാത്രമേ നമുക്കിവിടെ ഒരു ഡൗൺ ട്രെൻഡിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡിലേക്ക് പോകാൻ എത്രമാത്രം സാധ്യതയുണ്ടെന്ന് നമുക്കറിയാൻ പറ്റൂ. പക്ഷേ ഈ ഒരു ഏരിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടെന്ന് പറയുന്നത് 361 രൂപ, 360 to 61 രൂപ എന്ന് പറയുന്ന ആ ഒരു റേഞ്ചാണ് ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ ഒരു സപ്പോർട്ട് വരുന്നത്. ഇത് റീസെൻ്റായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഹൈ എന്ന് പറയുന്നത് 655 രൂപ അല്ലെങ്കിൽ 648 രൂപ എന്ന് പറയുന്ന ഒരു റേഞ്ചിലാണ് ഇത് ഒരു റീസെൻ്റായിട്ടുള്ള ഹൈ ഉണ്ടാക്കിയിരിക്കുന്നത്. നിയറസ്റ്റ് സപ്പോർട്ട് ഞാൻ പറഞ്ഞ പോലെ 360 രൂപ റേഞ്ചിലാണ്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഇതിൻ്റെ ചാർട്ടിനെ കുറിച്ചുള്ള കഥ ഏകദേശം മനസ്സിലായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കൃത്യമായിട്ട് EMA സപ്പോർട്ട് എടുക്കുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഏറ്റവും ബേസിക്കായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനിയിപ്പോൾ ഈ സ്റ്റോക്ക് കയറിപ്പോയെങ്കിൽ തന്നെ ഇതിനെ ക്രോസ് ചെയ്ത് 20 EMA ക്രോസ് ചെയ്ത് മുകളിലേക്ക് ഒരു ക്രോസ് ഓവർ ഒരു ക്യാൻഡിൽ വിത്ത് വോളിയം തന്നെങ്കിൽ മാത്രമേ നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു ബുള്ളിഷ് ട്രെൻഡിലേക്ക് മാർക്കറ്റ് തിരിച്ചു വരുന്നതിനൊപ്പം ഈ ഒരു സ്റ്റോക്കും കയറുമെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ഇതിനെ നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് മാറ്റാൻ നേരത്ത് ഒരു മൊമെൻറ്റം സെല്ലിംഗ് ക്യാൻഡിലാണ് അവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ വോളിയം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് വന്നു കഴിഞ്ഞാൽ വോളിയത്തിൻ്റെ ഒരു അതിപ്രസരമാണ്, അതായത് വലിയൊരു സെല്ലിംഗ് മൊമെൻറ്റമാണ് ഇവിടെ കാണിക്കുന്നത്. സെല്ലേഴ്സ് നല്ല ഒരു അഗ്രസീവായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. എങ്കിൽ പോലും ഞാൻ മുമ്പേ പറഞ്ഞത് 360 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് ആ ഒരു റേഞ്ചിലേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അവിടെ നിന്ന് തിരിച്ച് സപ്പോർട്ട് എടുത്ത് കയറും എന്നാണ് നമുക്ക് ഇതിനകത്തുനിന്ന് കാണാൻ പറ്റുന്നത്. ഈ ഒരു 360 റേഞ്ചിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സപ്പോർട്ട് വരുന്നത് 304 രൂപ അല്ലെങ്കിൽ 300 to 305 രൂപ റേഞ്ചിലൊക്കെ ആയിരിക്കും അടുത്ത ഒരു സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുള്ളത്. ഈ ഒരു റേഞ്ചിൽ നിന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഗ്രേറ്റ് ഫാൾ എന്ന രീതിയിൽ സ്റ്റോക്ക് നേരെ താഴേക്ക് കൂപ്പുകുത്തുന്ന ഒരു ലെവലിലേക്ക് വരും. എന്താണെങ്കിലും അതുവരെ പോവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
നമുക്ക് നേരെ സ്റ്റോക്കിൻ്റെ ഒരു ബേസിക് ഫണ്ട് അല്ലെങ്കിൽ സ്റ്റോക്കിനെ കുറിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് ഒന്ന് റീഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ സ്റ്റോക്ക് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട മാനുഫാക്ചേഴ്സ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റിയാക്ടേഴ്സാണ്. അതായത് ട്രാൻസ്ഫോമേഴ്സ് അതുപോലെ റിയാക്ടേഴ്സ് ഉണ്ടാക്കുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ്. നിങ്ങൾക്ക് ഇവിടെ തൊട്ട് താഴെ കാണാൻ പറ്റും ഇവരുടെ ക്ലയൻസ് ആരൊക്കെയാണ്. പവർ ഗ്രിഡ്, NTPC, ടാറ്റ പവർ, ടൊറൻറ്റ് പവർ, സിമെൻസ് എനർജി, ബ്ലൂ സ്റ്റാർ, ഹിന്ദുസ്ഥാൻ സിങ്ക്, JW ഇങ്ങനെയുള്ള പ്രമുഖരായ കമ്പനികൾ അല്ലെങ്കിൽ പവർ സെക്ടറിൽ പ്രവർത്തിക്കുന്ന, എനർജി സെക്ടറിൽ പ്രവർത്തിക്കുന്ന പ്രമുഖരായ കമ്പനികളാണ് ഇവരുടെ ക്ലയൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ നേരെ റിസൾട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ, റിസൾട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ബേസിക് ഫണ്ട് 11,700 കോടി രൂപയാണ് ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ്. സ്റ്റോക്ക് P 47, ഇൻഡസ്ട്രി P 48, ROCE 28, അതുപോലെ തന്നെ ROE എന്ന് പറയുന്നത് 20. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് 37 കോടി രൂപയാണ്. ഇതിൻ്റെ ഡിവിഡൻഡ് ഈൽഡ് 0.5 ആണ്. എങ്കിൽ പോലും പ്ലഡ്ജ് പെർസെൻറ്റേജ് ഇവിടെ 22% ഇവിടെ കാണിക്കുന്നത് ഒരു നെഗറ്റീവ് ഫാക്ടറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ കമ്പനിയുടെ വിപുലീകരണത്തിന് പ്ലഡ്ജ് ചെയ്തരാകാം. അതാണോ നമുക്ക് ഉറപ്പില്ല. എന്തായാലും അത് ആണെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രൊമോട്ടേഴ്സ് ഹോൾഡിങ്സ് 64% ആണ്. സെയിൽസ് ഗ്രോത്ത് 33%, അതുപോലെ പ്രോഫിറ്റ് ഗ്രോത്ത് 105% കാണിക്കുന്നത് നല്ലൊരു ഇൻഡിക്കേഷനാണ്. അതോടൊപ്പം തന്നെ EPS കാണിക്കുന്ന 8.33 എന്ന് പറയുന്നത് ഈ സ്റ്റോക്കിൻ്റെ ഒരു ഹൈലൈറ്റ് തന്നെയാണ്. നേരെ നമ്മൾ ഇതിൻ്റെ 5-year PE വിത്ത് EPS റേഷ്യോ നോക്കാൻ നേരത്ത് ഇത് ഒരു കൃത്യമായിട്ടുള്ളൊരു അണ്ടർ വാല്യൂഡ് സ്റ്റോക്കാണെന്ന് നമുക്കിവിടെ പറയാൻ സാധിക്കും. കാരണം ഇവിടെ EPSൻ്റെ ഗ്രോത്ത്, കൃത്യമായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാകാൻ നേരത്ത് ഈ സ്റ്റോക്കിൻ്റെ PE നേരെ താഴേക്ക് പോവുകയാണ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 5 വർഷത്തെ മീഡിയൻ എന്ന് പറയുന്നത് 50 രൂപ ലെവൽ, 57 രൂപ ലെവലിലാണ്. ഇത് ഏകദേശം ഇപ്പോൾ 50-നടുത്ത് നിലവിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ EPS കയറി പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിൻ്റെ PE നേരെ താഴേക്ക് പോവുകയാണ്, ഡൗൺ ട്രെൻഡിലാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ അണ്ടർ വാല്യൂഡ് സ്റ്റോക്കാണെന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് ഞാൻ വിശ്വസിക്കുന്നത്. എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് ജസ്റ്റ് പറയുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും പഠിക്കാനൊരു നല്ലൊരു അവസരമാകും. അതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ പോസിറ്റീവ് സൈഡ്സ് ഇവിടെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് നേരെ റിസൾട്ടിലേക്ക് വന്നു. ഇന്നാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്തത്. 8 നവംബറിലാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്തപ്പോഴത്തേക്കും കഴിഞ്ഞ സെപ്റ്റംബറിൽ 69 കോടി രൂപയായിരുന്നു ഈ സ്റ്റോക്കിൻ്റെ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു പ്രസൻറ്റ് ക്വാർട്ടറിലേക്ക് ലാസ്റ്റ് ക്വാർട്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ, റീസെൻറ്റ് റിസൾട്ടിൽ പറഞ്ഞിരിക്കുന്ന ലാസ്റ്റ് ക്വാർട്ടറിലേക്ക് വന്ന് 52 കോടി രൂപയായിട്ട് ഇതിൻ്റെ ഓപ്പറേഷണൽ പ്രോഫിറ്റ് കുറഞ്ഞു. ഇതിൻ്റെ പെർസെൻറ്റേജ് നോക്കാൻ നേരത്ത് 15% കഴിഞ്ഞ വർഷം. പക്ഷേ ഈ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് അത് 13%-ലേക്കായി പ്രോഫിറ്റ്. അതുപോലെ തന്നെ 69 നിന്നും 52 കോടിയിലേക്ക് ഇത് കുറയുകയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ജൂൺ മാസത്തിൽ 88 കോടി രൂപയായിരുന്നു ഇതിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇതിൽ കൂട്ടത്തിൽ നിന്ന് നമുക്ക് കാണാവുന്ന ഒരു ശ്രദ്ധേയമായൊരു കാര്യം, എല്ലാ ഇയറിലും സെപ്റ്റംബറിൽ മാസത്തിൽ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കുറവാണ്. ഇവിടെ നോക്കി സെപ്റ്റംബറിൽ 20 കോടിയായിരുന്നു, അടുത്ത ക്വാർട്ടറിലേക്ക് വന്നപ്പം 38 പിന്നെ 72 അതിനുശേഷം വീണ്ടും കുറയാൻ തുടങ്ങി. അതുപോലെ തന്നെ 2024 സെപ്റ്റംബറിൽ വന്നപ്പോഴത്തേക്കും 69 കോടി രൂപയായിരുന്നു. പിന്നെ അത് ഡിസംബറിൽ വന്നൊക്കെ 85 കോടി രൂപയായി. മാർച്ച് വന്നപ്പോഴത്തേക്കും 131 കോടി രൂപയായി. അത് ജൂണിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വർഷം ജൂണിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും 88 കോടി രൂപയായി. എന്നാൽ സെപ്റ്റംബറിലേക്ക് വന്നു കഴിഞ്ഞാൽ 58 കോടി. ഇവിടെ എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത് സെപ്റ്റംബർ മാസത്തിൽ പൊതുവേ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കുറവായിരിക്കും. അത് കഴിഞ്ഞിട്ട് വരുന്ന ക്വാർട്ടറിൽ പ്രോഫിറ്റ് കൂടുകയാണ് സാധാരണ ഇതിൽ ചെയ്യുന്നത്. ഇതിനെയാണ് പൊതുവെ നമ്മൾ സ്റ്റോക്കിൻ്റെ സൈക്ലിക്കാലിറ്റി എന്ന് ഇതിനെ പൊതുവെ പറയുന്നു. ഓരോ സൈക്കിളിനും അനുസരിച്ച് സ്റ്റോക്ക് റിയാക്ട് ചെയ്യുന്ന ഒരു പ്രതിഭാസം ഈ ഒരു സ്റ്റോക്കിലും കാണപ്പെടുന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇപ്പോൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു ഡൗൺ ട്രെൻഡിലേക്ക് പോയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം. ഞാനെന്തായാലും ഈ സ്റ്റോക്കിൽ വളരെയധികം കോൺഫിഡൻ്റ് ആണ്. എൻ്റെയും ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ഒരു സ്റ്റോക്കിൽ നിലവിലുണ്ട്. ഞാനിപ്പോൾ ലോസിൽ തന്നെയാണ്. എല്ലാവരും പോലെ തന്നെ ഞാനും ഈ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൽ ലോസിലാണ്. പക്ഷേ ഇത് കയറി വരുമെന്നുള്ള എനിക്ക് ശുഭപ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം തന്നെ ഞാനിത് ആവറേജ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, 1.1 ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ എൻ്റെ EPS. ഇപ്രാവശ്യം വന്നപ്പോഴത്തേക്കും നേരത്തെ 1.51 ആയിരുന്നു. ഈ ക്വാർട്ടറിൽ വന്നപ്പോഴത്തേക്കും 1.13 ആയി. ഇത് EPS ഒക്കെ കാണിക്കുന്നത് ഇത് കയറി വരുമെന്നുള്ള ശുഭപ്രതീക്ഷ. എനിക്ക് തോന്നുന്നു ഈ പറയുന്ന സെയിൽസിലുണ്ടായിരിക്കുന്ന ആ ഒരു വ്യത്യാസം അതുതന്നെയാണ് ഓപ്പറേഷൻ പ്രോഫിറ്റിലും റിയാക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ
ഇതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നല്ല ഒരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. ആവറേജ് അല്ലെങ്കിൽ ഓവറോൾ പ്രോഫിറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ വർഷവും കൃത്യമായിട്ട് പ്രോഫിറ്റ് കൂടി വരുന്നതായിട്ടാണ് കാണും. കഴിഞ്ഞ 5 വർഷം സാധാരണഗതിയിൽ ഇതിൻ്റെ ഒരു വെരിഫൈ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ 5 വർഷത്തെ ഫിനാൻഷ്യൽ ഡേറ്റയാണ് പൊതുവെ ഉപയോഗിക്കാറുള്ളത്. ഞാനതാണ് ഉപയോഗിക്കാറുള്ളത്. എന്താണെങ്കിലും കഴിഞ്ഞ നമുക്ക് 5 വർഷത്തെ പ്രോഫിറ്റ് നോക്കാൻ നേരത്തെ കൃത്യമായിട്ട് കാണാൻ പറ്റും. എല്ലാ വർഷങ്ങളിലും കൂടിയാണ് വരുന്നത്. അതുപോലെ തന്നെ ട്രെയിലിംഗ് 12 മന്തിലാണെങ്കിലും ഇപ്രാവശ്യം നല്ല ഒരു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. സെയിൽസ് ആണെങ്കിലും കൃത്യമായ ഫിഗറുകൾ ഇവിടെ കാണിക്കുന്നത് അട്രാക്റ്റീവായിട്ട് തന്നെ ആണ് എനിക്ക് തോന്നുന്നത്. നേരെ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് ക്യാഷിലാണെങ്കിൽ വന്നാലും കൃത്യമായിട്ടുള്ളൊരു വർധനവ് കഴിഞ്ഞ മാർച്ച് മാസം റിസൾട്ട് കാണാൻ പറ്റും. കാരണം അതിന് തൊട്ട് മുന്നേയുള്ള ഇയറുകളെല്ലാം 2 ഡിജിറ്റ് ഫിഗർ ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു കഴിഞ്ഞ ഇയറിലെ ക്ലോസിംഗ് ബാലൻസ് എടുത്തു കഴിഞ്ഞപ്പോൾ ക്ലോസിംഗ് ക്യാഷ് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അത് 3 ഡിജിറ്റ് ഫിഗറിലേക്ക് മാറിയിട്ടുണ്ട്. ഇത് വലിയൊരു അട്രാക്റ്റീവായിട്ടുള്ളൊരു ഫിഗറാണ്. അതുപോലെ തന്നെ ഈ സ്റ്റോക്കിൻ്റെ ഡെറ്റേഴ്സ് പേയബിൾ 85 ഡെറ്റേഴ്സ് ഡേയ്സ് 85 ഡെറ്റേഴ്സ് പേയബിൾ 85 ഡേയ്സ് പേയബിൾ 101 ദിവസമാണ്. അതും നല്ലൊരു അട്രാക്റ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് വാങ്ങിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് കുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അത് കൂടുതലും കൊണ്ടുപോയിരിക്കുന്നത് നമ്മളുടെ റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നാണ് എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. പ്രൊമോട്ടേഴ്സ് ഇപ്പോഴും കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട് ഇപ്പോഴും സെയിം പെർസെൻറ്റേജ് തന്നെയാണ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഓവറോൾ ഇത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു സ്റ്റോക്ക് അണ്ടർ വാല്യൂഡാണ്. നല്ല പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ട്. അത്യാവശ്യം നല്ല ROE എല്ലാം കാണിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കാണിക്കുന്ന ഡൗൺ ട്രെൻഡിൻ്റെ പ്രധാനപ്പെട്ട കാരണം സ്റ്റോക്കിൻ്റെ സൈക്ലിക്കാലിറ്റി ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താണെങ്കിലും ഈ സ്റ്റോക്ക് ഈ ഒരു ഭാഗത്തു നിന്നും 360 ലെവലിൽ നിന്നും ഒരു സപ്പോർട്ട് എടുത്ത് വീണ്ടും കയറുമെന്ന് പ്രതീക്ഷിക്കാം. കയറുന്ന പാടെ ഈ ഒരു ഏരിയയിൽ നിന്ന് ചാടി കയറുന്നതിന് പകരം സ്റ്റോക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു റിവേഴ്സൽ സിഗ്നൽ കാണിക്കുമ്പോൾ കൃത്യമായി അനലൈസ് ചെയ്ത് നമുക്ക് കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രം കയറുക. അതോടൊപ്പം തന്നെ വോളിയം എല്ലാ സമയത്തും നമ്മൾ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടത്. ഇതൊരിക്കലും ഒരു ബൈയിങ് അല്ലെങ്കിൽ സെല്ലിംഗ് റെക്കമെൻഡേഷനുള്ള ജസ്റ്റ് ചാർട്ട് പഠിക്കുക, കമ്പനിയെ മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ് ഈ ഒരു വീഡിയോ. താങ്ക് യു സോ മച്ച്.